നമസ്കാരം. അണിയറയിൽ ഒരുങ്ങുന്ന വാരണാസിക്ക് പിന്നാലെ വിവാദങ്ങളും. റിലീസ് 2027 ഉള്ളൂ എങ്കിലും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് രാജമൗലിയുടെ വാരണാസി. ആരാധകർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ചിത്രം പുറത്തെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. നായകവേഷത്തിൽ മഹേഷ് ബാബുവും വില്ലൻ കഥാപാത്രത്തിൽ പൃഥ്വിരാജുമാണ് വാരണാസിയിൽ. എന്താണ് ചിത്രമെന്നും അതിൻ്റെ സ്വഭാവം പ്രതീകാത്മകമായി വ്യക്തമാക്കുന്ന ടീസറാണ് ഇപ്പോൾ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നത്. സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ കഥയുടെ പലതരം പീസുകൾ ഈ ടീസറിലുടനീളം കാണാൻ കഴിയൂ. ഒരു ഛിന്നഗ്രഹം ഭൂമിയിലേക്ക് വീഴുന്നതും അതിൻ്റെ ഭാഗങ്ങൾ വാരണാസി, അന്റാർട്ടിക്ക, ആഫ്രിക്ക, മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വീഴുന്നതും ടീസറിലൂടെ വിവരിക്കുന്നുണ്ട്. ഒരു മഹായാഗത്തിൽ നിന്നും ഭൂമി ലക്ഷ്യമാക്കി പാഞ്ഞുവരുന്ന ആ ഛിന്നഗ്രഹ സമുച്ചയമെന്ന് വിശേഷിപ്പിക്കുന്ന ആസ്ട്രോയിഡ് ശാംബാവിലേക്ക് ടീസർ നമ്മളെ കൊണ്ടുപോകുന്നു. മൾട്ടിപ്പിൾ ടൈമിങ്ങിലൂടെയാണ് ടീസർ പോകുന്നത്. പല ഭൂഖണ്ഡങ്ങളിലായി പല സമയങ്ങളിലായാണ് ഈ സിനിമ വികസിക്കുന്നത്. ടീസർ തുടങ്ങുന്നത് ക്രിസ്തുവർഷം 512 വാരണാസി കാണിച്ചുകൊണ്ടാണ്. ടീസറിലെ ഓരോ ഫ്രെയിമുകളിലും നമുക്ക് സിനിമയിലെ കഥാപാത്രങ്ങളെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായി കാണാം. അന്റാർട്ടിക്കയിലെ റോസൈസ് ഷെൽഫ് കാണിക്കുന്നിടത്ത് റബ്ബർ ബോട്ടിൽ പോകുന്ന ഒരു പര്യവേഷണ സംഘത്തെ കാണാൻ കഴിയും. ഒപ്പം ആ ഐസ് ബ്ലോക്കിലേക്ക് കയറുന്ന കുറച്ചു പേരെ. റബ്ബർ ബോട്ടിലുള്ളത് മഹേഷ് ബാബുവും പൃഥ്വിരാജ് എന്ന ഈവിൾ ജീനിയസും അടങ്ങുന്ന ടീമാണെന്നാണ് ആരാധകരുടെ വാദം. അടുത്തായി കാണുന്നത് ആഫ്രിക്കയിലെ അംബോസെലി വനമാണ്. ഈ ഷോട്ടിൽ ഒരാൾ ഒരു പാരച്യൂട്ടിൽ വന്നിറങ്ങുന്നുണ്ട്. ഇത് നായകൻ മഹേഷ് ബാബുവിൻ്റെ എൻട്രിയായും നിരീക്ഷിക്കുന്നു. അടുത്ത ഷോട്ട് ഒരു നദിയിൽ ഭീമൻ ഹിപ്പപ്പൊട്ടാമസുകളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു കുരങ്ങൻ ചാടുന്നതാണ്. ഇവിടെ കുരങ്ങന് രക്ഷകനായി വഞ്ചിയിൽ നായകനെ കാണാം. അടുത്തത് വനാഞ്ജലിയിലെ ഉഗ്രപട്ടി കേവ്. ഇവിടെ നമ്മൾ കാണുന്നത് തലയില്ലാത്ത ഒരു പ്രതിമയുടെ മുകളിലേക്ക് വീഴുന്ന സാരി ഉടുത്ത ഒരു രൂപത്തെയാണ്. ഈ പ്രതിമ ചിന്നമസ്ത ദേവിയുടേതാണ്. ദശമഹാവിദ്യകളിൽ നിന്നും ഒന്നായ ദേവീ സങ്കല്പം, ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ദൈവസങ്കല്പം. ഇവിടെ മുകളിൽ നിന്നും വീഴുന്ന സ്ത്രീ നായികയായ മന്ദാകിനിയാണ്. പ്രിയങ്കയാണ് ഈ നായിക വേഷത്തിൽ. ഇതേ ഷോട്ടിൽ നായകനെയും കാണാം. പിന്നീട് സംവിധായകൻ രാജമൗലി നമ്മളെ കൊണ്ടുപോകുന്നത് ത്രേതായുഗത്തിലെ ലങ്കാ നഗരത്തിലേക്കാണ്. രാവണനോട് എതിരിടുന്ന രാമനും ഹനുമാനും വാനരപ്പടയും വരുന്ന സീൻ. ഇതിൽ ഹനുമാന്റെ വാലിലൂടെ തേരോടിച്ചു പോകുന്നത് നായകൻ മഹേഷ് ബാബുവും തൊട്ടുപിന്നിലായി വീൽ ചെയറിൽ പോകുന്നത് വില്ലൻ പൃഥ്വിരാജിൻ്റെ കുംഭയുമാണ്. വാരണാസിയിലെ മണികർണിക ഘട്ടാണ് അടുത്തത്. ഇവിടെ ഒരു പിറവിക്ക് വെളിച്ചം വീശുകയാണ്. ഇവിടെ ആയിരിക്കാം നായകൻ രുദ്രയെയും സംഘത്തെയും പല ദേശകാലഘട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. രക്തത്തിൽ കുളിച്ച നിലയിൽ തൃശൂലം പിടിച്ച് ഒരു കാളയുടെ മേൽ സവാരി ചെയ്യുന്ന രുദ്രയായ മഹേഷിൻ്റെ ദൃശ്യത്തോടെയാണ് ഇത് അവസാനിക്കുന്നത്. അതേസമയം SS രാജമൗലി ഒരുക്കുന്ന വാരണാസി എന്ന ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ വിവാദങ്ങളുടെ ഘോഷയാത്രയിലാണ്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചിനിടെ സംവിധായകനിൽ നിന്നുണ്ടായ പരാമർശം മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് രാഷ്ട്രീയ വാനരസേന രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ടൈറ്റിൽ അവകാശത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തതായാണ് റിപ്പോർട്ടുകൾ. സിനിമയുടെ പേരിൻ്റെ നിയമപരമായ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയാണ് ഈ ആശയക്കുഴപ്പം. രാജമൗലിയുടെ ടീം ചിത്രത്തിന് വാരണാസി എന്ന് പേര് നൽകിയെങ്കിലും ഈ പേരിൻ്റെ അവകാശം നിലവിൽ CH സുബ്ബറെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള രാമബ്രഹ്മ ഹനുമ ക്രിയേഷൻസിനാണെന്നാണ് റിപ്പോർട്ട്. തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിലെ രജിസ്ട്രേഷൻ രേഖകൾ പ്രകാരം വാരണാസി എന്ന പേര് വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2023 മുതൽ ഈ പേര് അവരുടെ രാമബ്രഹ്മ ഹനുമ ക്രിയേഷൻസിൻ്റെ കൈവശമാണ്. എന്നാൽ രാജമൗലിയുടെ ചിത്രത്തിൻ്റെ പേരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്നതാണ് പ്രത്യേകത. ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പരാതികളൊന്നും ഉയർന്നതായി റിപ്പോർട്ടുകളില്ല.